ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഓളം അവസാനിക്കും മുമ്പേ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ് മഹാരാഷ്ട്ര. ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഭരണകക്ഷിയിൽ ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ല. എങ്കിലും മണ്ഡലങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കം നേതാക്കൾക്കിടയിൽ തുടങ്ങിക്കഴിഞ്ഞു. ആകെ 288 സീറ്റുകളാണ് മഹാരാഷ്ട്ര നിയമസഭയിലുള്ളത്. ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ NDA സഖ്യത്തിൽ സീറ്റ് വിഭജന കണക്ക് ആകെ കുഴഞ്ഞു മറിഞ്ഞ മട്ടാണ്. കഴിഞ്ഞ ദിവസം ഉപമുഖ്യമന്ത്രിമാരായ അജിത് പവാറും ദേവേന്ദ്ര ഫഡ്നാവിസും ന്യൂഡൽഹിയിലെത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൽ സീറ്റ് വിഭജന ചർച്ചയും ഇടം പിടിച്ചെന്നാണ് വിവരം. 2019 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 54 മണ്ഡലങ്ങളിൽ അവിഭക്ത NCP മത്സരിച്ച് വിജയിച്ചിരുന്നു. അതിനാൽ ഇക്കുറി കുറഞ്ഞത് 30 മണ്ഡലങ്ങളെങ്കിലും അധികമായി തങ്ങൾക്ക് വേണമെന്നാണ് അജിത് പവാർ വിഭാഗത്തിന്റെ ആവശ്യം. 90 സീറ്റിൽ കുറഞ്ഞതൊന്നും പറ്റില്ലെന്നാണ് അജിത് പവാർ വിഭാഗം നേതാക്കളുടെ നിലപാടും. 2019 ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള അവിഭക്ത NCP കോൺഗ്രസുമായി ചേർന്ന് 120 സീറ്റുകളിലാണ് മത്സരിച്ചത്. എന്നാൽ NCP വിഭജിച്ചതോടെ കഥ മാറി. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശരത് പവാർ വിഭാഗം 8 സീറ്റിൽ വിജയിച്ചപ്പോൾ അജിത് പവാർ വിഭാഗം മത്സരിച്ച 4-ൽ വെറും 1 സീറ്റിൽ മാത്രമാണ് ജയം കണ്ടത്. തന്റെ ബന്ധുവും ശരത് പവാറിന്റെ മകളുമായ സുപ്രിയ സുലെക്കെതിരെ ഭാര്യ സുനേത്ര പവാറിനെ മത്സരിപ്പിച്ച് അജിത് പവാർ അഭിമാന പോരാട്ടമാക്കി മാറ്റിയ ബാരാമതി മണ്ഡലം പോലും അവർക്ക് നഷ്ടപ്പെട്ടു. പിന്നാലെ അജിത് പവാറിന്റെ പാർട്ടി അംഗങ്ങൾ ശരത് പവാർ പക്ഷത്തേക്ക് കളം മാറ്റി ചവിട്ടി. ഇത് ചൂണ്ടിക്കാട്ടി ശിവസേന ഷിൻഡെ പക്ഷം പവാർ വിഭാഗത്തിന്റെ സീറ്റ് ആവശ്യത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടത്ര സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും കഴിയുമെന്ന് അജിത് പവാറിന് ഉറപ്പാക്കാൻ പറ്റുന്നില്ലെന്നാണ് വിമർശം. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP 150 സീറ്റിലെങ്കിലും മത്സരിക്കാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന 100 സീറ്റുകൾ ലക്ഷ്യമിടുന്നു. അങ്ങനെയെങ്കിൽ ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ NCPക്ക് നേരത്തെ ലഭിച്ചത്ര സീറ്റ് പോലും കിട്ടില്ല. ഇതേ ചൊല്ലി വൻ അഭിപ്രായ വ്യത്യാസം മുന്നണിയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. എന്നാൽ നിയമസഭാ സീറ്റ് വിഭജനം സംബന്ധിച്ച് തർക്കമൊന്നുമില്ലെന്ന മട്ടിലാണ് NDA നേതാക്കളുടെ പ്രതികരണം. പ്രത്യേകിച്ച് ഈ മാസം ആദ്യം നടന്ന നിയമസഭാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ സഖ്യം മികച്ച മുന്നേറ്റം നടത്തിയത് അവർക്ക് ആത്മവിശ്വാസം നൽകുന്നു. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP എത്ര സീറ്റുകളിൽ മത്സരിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ 288 സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ നാരായൺ റാണെ പറഞ്ഞത്. ഈ തമാശ പലരുടെയും ഉള്ളിൽ കൊള്ളിയാൻ മിന്നിച്ചിരിക്കുകയാണ്. അജിത് പവാറിന്റെ NCPയുമായി BJP സഖ്യമുണ്ടാക്കി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ വിമർശിച്ച് RSS മുഖപത്രമായ ഓർഗനൈസിൽ പ്രത്യക്ഷപ്പെട്ട ലേഖനവും പലരുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്.